അപ്പോഴേ ഇന്ന് എന്നാ പരിപാടി എന്നല്ലേ? ഇന്നത്തെ പരിപാടി ഇന്ന് എന്താ പറയാ, ബേക്കറി പോലെ എവിടെ പോയാലും മൈദയോ പഞ്ചസാരയോ ചേർക്കാതെ വായിൽ നല്ല ടേസ്റ്റിന് തിന്നാൻ കൊള്ളാവുന്ന സ്നാക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. നല്ല രുചിയും വേണം, എന്നാൽ കാർബോഹൈഡ്രേറ്റ് പാടില്ല, പ്രോട്ടീൻ തന്നെ വേണം, പിന്നെ എല്ലാ വൈറ്റമിൻസും മിനറൽസും ഒക്കെ വേണം, എന്നാ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കണം എന്നൊക്കെ വെച്ചിട്ട് ഒരു സാധനം ആണിന്ന് കൊണ്ടുവന്നേക്കുന്നേ. ഇതെന്നാ ഞാൻ ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ പിള്ളേർ ഏതു നേരം ചോദിക്കില്ല എന്നാ തിന്നാനുള്ള എന്ന്. അപ്പൊ വിശപ്പ് നല്ലോണം അടങ്ങുകയും ചെയ്യും, എന്നാ പിള്ളേർക്ക് എനർജി ബാർ, അതാ ഞാൻ ഉദ്ദേശിച്ചേട്ടോ. നല്ലൊരു എനർജി ബാർ നല്ല ടേസ്റ്റില് പിള്ളേർക്ക് കൊടുക്കുമ്പോൾ മാതിരി ഒന്നും ഇല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ അവര് തിന്നിയല്ല. അപ്പൊ അതെല്ലാം കൂടെ കണക്കാക്കി എന്നാ പഞ്ചസാര ഇടാതെ വലിയവർക്കും കഴിക്കാൻ പറ്റിയ പോലെ, പിന്നെ തടി കുറയ്ക്കേണ്ടവർക്ക് കഴിക്കാൻ പറ്റിയതുപോലെ എല്ലാ സാധനവും ചേർത്തിട്ടുള്ള നല്ല 1ാം ക്ലാസ് ഒരു എനർജി ബാർ. ഇനി തൊട്ട് പിള്ളേർ മഞ്ചി വയ്ക്കുമ്പോൾ ഇതെടുത്ത് കൊടുത്താൽ മതി, നല്ല ടേസ്റ്റ്. അതെ, നമുക്ക് അവനവന്റെ വീട്ടിൽ എന്നാക്കെയാണോ ഉള്ളത് അത് വെച്ചങ്ങ് ചെയ്താൽ മതി. ഇന്ന സാധനം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാന് തപ്പിപ്പെറുക്കി എന്നാക്കെയാണോ ഇവിടെ ഉള്ളത് അതെല്ലാം കൂടെ തപ്പിപ്പെറുക്കി എടുത്തോണ്ട് വന്നേച്ചാണ് ഈ സാധനം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ഇതിലെന്തൊക്കെയാ ഇനി വേണ്ടത്. ഇത് ഓട്സ്, പിന്നെ കുറച്ച് ഈന്തപ്പഴം, ഇതിവിടെ ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ കുറച്ച് മുന്തിരിങ്ങ. ഇതൊക്കെ അവനവന്റെ ഏനത്തിന് അളവെടുത്താൽ മതി കേട്ടോ. ആനിയം എത്ര സ്പൂണാന്ന് പറഞ്ഞില്ല, 1 സ്പൂണാണോ 2 സ്പൂണാണോ ഒന്നുമില്ല. ഈ പിസ്ത മറ്റേ പച്ച പിസ്ത ആയത് കാരണം ഉപ്പിട്ട് വറക്കാത്ത കാരണം മീനുവിന് ഒരു കോളും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇരുന്ന സാധനമാണ്. പിന്നെ കുറച്ച് കടല, പിന്നെ നമ്മുടെ ബദാം കുറച്ച് മുറിച്ച് വെച്ചത്, പിന്നെ ഇത് കപ്പലണ്ടി. ഇതുണ്ടല്ലോ, ഇത് കപ്പലണ്ടി മാത്രമായിട്ട് മേടിച്ചാൽ വേഗം പിള്ളേർ തിന്ന് തീർക്കൂലോ. അപ്പൊ ഇത് നമ്മൾ ഈ കറിക്കൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലുകാർ മേടിക്കുകയല്ലേ, കപ്പലണ്ടീന്റെ കണ്ണ്. ഇപ്പൊ ഇതിന് വലിയ വിലയൊന്നുമില്ല. പിന്നെ ഇത് നമ്മുടെ കറുത്ത എള്ള് വേണ്ടവർക്ക് കറുത്ത എള്ള് എടുക്കാം, ഇനി ഭംഗി വേണ്ടവർക്ക് വെളുത്ത എള്ള് എടുക്കാം. പിന്നെ ഇത് നമ്മളെ വീട്ടിലെ തന്നെ ഒരു ലേശം തേനും കൂടെ കേട്ടോ. അപ്പൊ മധുരത്തിന് തേനുണ്ട്, നമ്മുടെ ഡേറ്റ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ മുന്തിരിങ്ങ ഉണ്ട്. ഇത്ര സാധനങ്ങളുണ്ട്. ഡ്രൈ ആയിട്ടുള്ള എന്ത് സാധനം വേണമെങ്കിലും ഇടാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ഈ മധുരത്തിന്റെ 3 സാധനം ഒഴിച്ച് ബാക്കി ഡ്രൈ സാധനങ്ങളെല്ലാം നല്ലപോലെ ഒന്ന് വറക്കണം. ഇതെല്ലാം കൂടെ ഓൾറെഡി വറുത്ത സാധനങ്ങളായതുകൊണ്ടേ എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് വറുത്താലും മതി കേട്ടോ. പിന്നെ ആ ഓട്സും ഒന്ന് വറുത്തെടുക്കണം. ഞാൻ എല്ലാം ഒന്ന് വറക്കട്ടെ. ഇത് നമ്മുടെ മറ്റേ കപ്പലണ്ടി പരിപ്പാണേ. കപ്പലണ്ടി പരിപ്പും ഇത് നമ്മുടെ കറുത്ത എള്ളും രണ്ടും കൂടെ നമുക്കൊന്ന്, ഇത് പിന്നെ പെട്ടെന്നാവും, അതുകൊണ്ട് അത് അവസാനമാക്കിയാൽ മതി. പിന്നെ ഓട്സും എല്ലാം വറുത്ത് ചൂടാറി കൊണ്ടുവന്നിട്ടുണ്ടേ. ഇത് കേട്ടോ, നമ്മുടെ കപ്പലണ്ടിയും എള്ളും എല്ലാ സാധനവും വറുത്തോണ്ട് വന്നിട്ടുണ്ട്. ഓട്സ് എല്ലാം വറുത്താണേ. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ? നമ്മുടെ ഈ പിസ്തായും നമ്മുടെ കടലയുണ്ടല്ലോ, ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് നമ്മളെ ഈ വിപ്പ് ബട്ടണില്ലേ അത് വെച്ചേച്ച് ഒന്നങ്ങ് കറക്കുന്നേ ഉള്ളൂ. ഒത്തിരി പൊടിഞ്ഞു പോയാൽ കൊള്ളുകയല്ലോ കേട്ടോ, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഈ കടലയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കട്ടെ. ഇനി ഞാനുണ്ടല്ലോ നമ്മുടെ ഈന്തപ്പഴവും ഇച്ചിരി മുന്തിരിങ്ങയില്ലേ, അത് മധുരത്തിന് കണക്കാക്കി എടുത്താൽ മതി. അത് രണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, അല്ലാതെ പതുക്കെ അരച്ചെടുത്താൽ മതി. ഞാൻ അതൊന്ന് അരച്ചെടുക്കട്ടെ. ഇനി ഇതൊരു 10-20 എണ്ണം കാണും കേട്ടോ. ഞാൻ പിള്ളേർക്ക് തിന്നുന്നതായത് കാരണേ അവർക്ക് ഇച്ചിരി മധുരം ഇല്ലാണ്ട് പറ്റിയല്ലോ. ഈന്തപ്പഴമാകുമ്പം കുഴപ്പമില്ലല്ലോ. ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പൊ ആണ്ട് ഈന്തപ്പഴം ആയിട്ടുണ്ട്. ഇനി ആ മുന്തിരിങ്ങയും കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ടേ രണ്ടും കൂടെ ഒന്ന് അരച്ചിങ്ങെടുക്കാം. നമ്മുടെ ഈന്തപ്പഴവും മുന്തിരിങ്ങയും കൂടെ ഒരു ഇച്ചിരി നേരം എടുക്കും കേട്ടോ ഇത് അരയ്ക്കാൻ. കാരണം വെള്ളം തൊടാതെ അരയ്ക്കുന്നതല്ലേ. എന്നെ വെള്ളം തൊടാതെ അരയ്ക്കുന്നതെന്ന് അറിയാവോ? ഇത് പുറത്തിരുന്നാൽ തന്നെ 1 മാസമൊക്കെ പുറത്ത് നല്ല സുഖമായിട്ടിരിക്കും ഈ സാധനം, കേട് വരാതെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒന്നും തൊടാതെ അരയ്ക്കുന്നേ. അപ്പം നമുക്കിനി നമ്മുടെ കടല, പിന്നെന്താ ബദാം, പിന്നെന്താ പിസ്ത, എള്ളും കപ്പലണ്ടി പരിപ്പും
ഇതെല്ലാം കൂടെ ഇടുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ഓട്സ് ഓടെ ഇടണം. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന ഈന്തപ്പഴം വെള്ളം തൊടാതെ അരച്ചേക്കുന്നതാണേ, ഇതും കൂടെ അതിനകത്ത് ചേർക്കാം. കുറച്ച് തേനും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ പിള്ളേരൊക്കെ തിന്നു എന്നുള്ള കാര്യം. മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കയ്യിലൊക്കെ ആവും, എന്നാലും കൈ വെച്ച് മിക്സ് ചെയ്തെങ്കിലാന്നേ അത് ഒന്ന് ചായ കിട്ടുള്ളൂ. നമുക്ക് മറ്റേ ഫാക്ടറി മെഷീനൊന്നും ഇല്ലല്ലോ, എനർജി ബാറും ഗ്രാനുല ബാറും ഒന്നുണ്ടൊക്കെ. നമ്മുടെ മെഷീനൊക്കെ നമ്മുടെ കൈയല്ലേ. ഇതൊക്കെ കുറച്ചുണ്ടാക്കി വെച്ചാൽ തന്നെ ഉണ്ടല്ലോ, ഒരു കഷ്ണം കൊടുത്താൽ മതി പിള്ളേർക്ക് ഒരു ദിവസം. പിന്നെ അവരിനി എന്നാ പിന്നെ ഓയോ കഴിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കയറിക്കൊണ്ട് നടക്കണ്ടല്ലോ. ഇതാകുമ്പോൾ തിന്നിയാലൊന്നും ഇല്ല, എന്തായാലും തിന്നൂലോ. ഈ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രത്തിനടിയിൽ ഒരു ലേശം വെളിച്ചെണ്ണ തൂത്തേച്ചേ ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള പീസാക്കി മുറിച്ച് വെച്ചിട്ട് ഒന്നോടെ ഒന്ന് മിനുക്കി വെക്കാം. അപ്പോൾ നല്ല കടയിൽ കിട്ടുന്ന പോലെ ഇരിക്കും. ഇനി ഇതേ നമ്മൾ മുറിച്ച് വെച്ചിട്ടില്ലേ, ഒന്നും കൂടെ ഇത് ഇങ്ങനെ ഒന്ന് മിനുക്കി കൊടുത്താൽ മതി. അപ്പം നല്ല തിളക്കമുണ്ടല്ലോ. ഇനി നമുക്കുണ്ടല്ലോ ഇതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് എടുത്ത് സെറ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ ബാക്കിയും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ കേട്ടോ. ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചെടുത്തോണ്ട് വരാം. 2 മണിക്കൂറായിട്ടോ. അതെ, ഗ്രാനുല ബാർ എനർജി ബാർ സെറ്റ് ആയിട്ടുണ്ട്. തരാം. അതിങ്ങനെ ഒടിച്ചിങ്ങെടുത്താ മതി. കണ്ട 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 നമ്മളെ മുറിച്ച് വെച്ച പീസസ് ആയിട്ട് ഇങ്ങോട്ട് എടുത്ത് വെക്കാം. അടിപൊളി സാധനമായില്ലേ? അപ്പൊ ദാ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ എനർജി ബാറ്. ഇത് കൂട്ട് ഓരോ കഷ്ണം ഒരു ദിവസം പിള്ളേർക്ക് കൊടുത്താൽ മതി. നല്ലതാ. കാരണം ഇതിൻ്റെ അകത്ത് പറയാൻ ഒരു പ്രിസർവേറ്റീവ്സോ ഒരു സാധനങ്ങളോ ഒന്നുമില്ല. ഇതുണ്ടോ, നമ്മൾ എന്നൊക്കെ ഇട്ടേന്നൊക്കെ നമ്മൾ കണ്ടല്ലേ. അടിപൊളിയല്ലേ? അടിപൊളി സ്ഥലമല്ലേ? അടിപൊളി. കുറേ കൊടുക്കരുത് കേട്ടോ, പിള്ളേരാണെങ്കിൽ കഴിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റും അല്ലേ, മധുരം ഉണ്ട്. എന്നാ ആ നട്ട്സിന്റെ ഒക്കെ ടേസ്റ്റ് എല്ലാം കൂടെ ആയിട്ടെ അടിപൊളിയാ. അപ്പൊ ദേ നമ്മുടെ 1ാം ക്ലാസ് എനർജി ബാർ ഗ്രാനുല ബാർ റെഡി ആയിട്ടുണ്ടേ. എല്ലാ നട്ട്സും എല്ലാ സാധനങ്ങളും ഒക്കെ ഇട്ടിട്ട് ഇനി ഇത് ഓരോന്ന് എടുക്കുക. ഇനിയിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ മറന്നു എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർക്കാണേലും വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ ചോദിക്കുമ്പോൾ ഇതൊരു കഷ്ണം എടുത്തു കൊടുത്താൽ നല്ല ഒരു എനർജി കിട്ടുന്ന സാധനമാണ് ഇത്. എന്നെ പറയുന്ന വേറെ ഒന്നും ഇല്ലല്ലേ, മൊത്തത്തിലൊരു പ്രോട്ടീൻ മയമാണ്. ഇതാ ഇങ്ങനെ പൊട്ടിക്കുക, കഴിക്കുക. ഇതാകുമ്പോ പിള്ളേര് ടേസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞോണ്ടൊന്നും തിന്നാതൊന്നും പോകല. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. പറ്റുന്ന സാധനങ്ങളൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാം, പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ചെറിയ കഷ്ണം കൊടുത്താൽ മതിട്ട് എല്ലാം കൂടെ പിള്ളേർ ദഹിക്കുകയല്ല. അല്ലെങ്കിൽ മീൻ വാടി സെറ്റ് ചെയ്യുന്നതിന് മുന്നേ അത് തിന്നിച്ചിരിക്കുന്ന ആളാ. ഒളഞ്ഞോട് നിൽക്കുന്നുണ്ടല്ലേ, മര്യാദക്ക് തീറ്റ തിന്നൂല അല്ലേ? ഇതെങ്ങനെയുണ്ട്? മധുരമൊക്കെ കറക്റ്റ് ആണോ? മറ്റേ നമ്മുടെ റൈസിൻസും ഡേറ്റ്സ് ഒക്കെ ഉള്ളതും കൊണ്ട് മധുരത്തിനൊന്നും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എന്തായാലും നല്ല അടിപൊളി സാധനം കേട്ടോ.
വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് എന്ത് സ്നാക്സ് കഴിക്കണം എന്ന് അറിയാത്തവർക്കും പിന്നെ ഷുഗർ മൈദയൊക്കെ ഒഴിവാക്കണം എന്നുള്ളവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്നാക്കാ. ഒരെണ്ണം കഴിച്ചാൽ മതി, എന്തിനാ അധികം കഴിക്കുന്നത്, നല്ല ഹെവി അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനർജി ബാർ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാ. പിള്ളേരൊക്കെ ഉള്ള വീട്ടിലൊക്കെ പറഞ്ഞാലേ കാരണവർക്ക് അയ്യോ എൻ്റെ കൊച്ചു ഒന്നും തിന്നുന്നില്ലേ എന്ന് പറയുന്ന വീട്ടിലുള്ളവർക്കൊക്കെ ഇതൊരു കഷ്ണം കൊടുക്കുവാണെങ്കിൽ ഒരു സമാധാനം കാരണവർക്ക് കാണുമല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ 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 ബൈ.